it! Yay! സെയിൻ, ലൂയി, എഴുന്നേൽക്ക്. ഇന്നാ നമ്മുടെ ബീച്ച് ട്രിപ്പ്. അത് ശരിയാണല്ലോ, ഞാൻ മറന്നുപോയി. വാ, നമുക്ക് പെട്ടെന്ന് റെഡി ആവാം. ഓ, മത്തുവിന്റെ കാര്യമാ. അവൻ പറഞ്ഞ സമയത്ത് വരുവോ ആവോ. ഏതായാലും നമുക്ക് പെട്ടെന്ന് റെഡിയായി അവനെ വീട്ടിൽ പോയി വിളിക്കാം. Come on guys, നമുക്ക് മത്തുവിനെ പോയി വിളിക്കാം. മക്തു, നീ ഇത്ര നേരത്തെ റെഡിയായോ? ഞാൻ അരമണിക്കൂർ മുന്നേ റെഡിയായി. സമയത്തിന്റെ കാര്യത്തിൽ ഞാൻ വളരെ പങ്ക്ച്വലാണ്. സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ പങ്ക്ച്വാലിറ്റി ഒന്നും കാണാറില്ലല്ലോ. ഹോ നാമി, ഡോണ്ട് ബി സില്ലി. സ്കൂൾ വേറെ, ഹോളിഡേസ് വേറെ. സംസാരിച്ചു നിൽക്കാൻ സമയമില്ല. കം ഓൺ, ലെറ്റ്സ് ഗോ. ബീച്ചിൽ ഇങ്ങനെ കിടക്കാൻ എന്ത് രസമല്ലേ. നല്ല രസമുണ്ട്. തിന്നാൻ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഒന്നുകൂടെ രസമായേനെ. ഇതെന്താ? സുനാമിയുടെ ലക്ഷണമാണോ? ഓ, ഒന്ന് മിണ്ടാതിരി. ലാമി, ഞാനൊരു സത്യം പറയട്ടെ, എനിക്കും പേടിയാവുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഓ, ഇവനെ കൊണ്ട് ഇനി എന്താ ചെയ്യാ? എന്റെ പരീക്ഷണം വിജയിച്ചു. എന്ത് പരീക്ഷണമാണ് സാർ വിജയിച്ചത്? പേമാരിയും കൊടുങ്കാറ്റും കൃത്യമായി ഉണ്ടാക്കുന്ന പരീക്ഷണം. ദാ കാണ്. ഇത് അവരല്ലേ? ഇനി ആ ഹാപ്പി കിഡ് വന്ന് ഇവരെ രക്ഷിക്കൂലേ? ഞാൻ വെറും ഒരു മണ്ടനാണെന്ന് വിചാരിച്ചോ? അപ്പൊ അല്ലേ? ഫ്രെഡി, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് മുതലാളി. അല്ല സാറേ, ഓരോ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാക്കും. ആ ഹാപ്പി കിഡ് വന്ന് അതെല്ലാം നിസ്സാരമായി തകർത്തിട്ട് പോകും. അങ്ങനെ സാറ് വീണ്ടും ശശിയാവും. ഫ്രെഡി, എന്നാ നീ ഇത് കാണാം. ഹാപ്പി കിഡ് സാർ ഒരു സംഭവം തന്നെ. ഇനി ഈ ബനാന ഐലൻഡ് എന്റെ കസ്റ്റഡിയിൽ. നിങ്ങൾ പേടിക്കേണ്ട കൂട്ടുകാരെ, ഇത് ഡഗ്ലസിന്റെ പണിയാണ്. അവന് നമുക്കൊരു പണി തിരിച്ചു കൊടുക്കാം. വാ. എങ്ങനെ? അതിന് ഞങ്ങൾക്ക് പറക്കാൻ അറിയില്ലല്ലോ. എല്ലാവരും ഇതിൽ കേറിക്കോ. നീയോ? ഇത് ഹാപ്പി കിഡിന്റെ ഗ്രൂപ്പ് ആയിരിക്കും ബോസ്. സത്യം പറ, നീ ആരാണ്? ഞാനാണ് ഒറിജിനൽ ഹാപ്പി കിഡ്. ആ കാണുന്നത് ഞാൻ തന്നെ പ്രോഗ്രാം ചെയ്തു വെച്ച എന്റെ AI അവതാരാണ്. അതെന്ത് അവതാരം? ഏതാനും നിമിഷങ്ങൾക്കകം നിങ്ങളുടെ സങ്കേതം കത്തിച്ചാമ്പലാകും. Your time starts now.